കുവൈത്തിൽ നിന്ന് ദുബായ് വഴി നാട്ടിലേക്ക് ജൂൺ 1 തൊട്ടിട്ട് എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് തുടങ്ങിയ ഫ്ലൈറ്റുകൾ ഉണ്ടാവുന്നുള്ള അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. കുവൈത്തിൽ നിന്ന് എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ EK858 പറഞ്ഞ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ വന്നിട്ടുണ്ട് ജൂൺ 1 തൊട്ടിട്ടുള്ള. പിന്നെ ദുബായിൽ നിന്ന് കൊച്ചിക്കും ട്രിവാൻഡ്രത്തേക്കുമാണ് എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് പിന്നെ ഉള്ളത്. ദുബായിൽ നിന്ന് കൊച്ചിക്ക് എമിറേറ്റ്സിന്റെ കണക്ഷൻ ആയിട്ട് കൊടുക്കുന്നത് EK530 അതുപോലെ തന്നെ EK532 പറഞ്ഞ എമിറേറ്റ്സിന്റെ 2 ഫ്ലൈറ്റ് ആണുള്ളത്. ഇനി തിരിച്ച് കൊച്ചിയിൽ നിന്ന് ദുബായ്ക്ക് EK531 പറഞ്ഞ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റും രണ്ടാമത്തെ കൊച്ചിയിൽ നിന്ന് ദുബായ്ക്കുള്ള എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് EK533 പറഞ്ഞ ഫ്ലൈറ്റ് ആണ്. അവിടുന്ന് പിന്നെ ദുബായിൽ നിന്ന് കുവൈത്തേക്ക് EK857 പറഞ്ഞ ഫ്ലൈറ്റുമാണ് ഉള്ളത്. ഇനി തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കുവൈത്തിൽ നിന്ന് ദുബായ്ക്ക് എമിറേറ്റ്സിന്റെ EK858 പറഞ്ഞ ഫ്ലൈറ്റ് ആണ് ഉള്ളത്. പിന്നെ ദുബായിന് കണക്ഷൻ ആയിട്ട് ട്രിവാൻഡ്രത്തേക്ക് ഉള്ളത് EK523 പറഞ്ഞ ഫ്ലൈറ്റും ആണ് ഉള്ളത്. ഇനി തിരിച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് ദുബായ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമിറേറ്റ്സിന്റെ EK524 പറഞ്ഞ ഫ്ലൈറ്റ് ആണ് ഉള്ളത്. പിന്നെ അവിടുന്ന് കുവൈത്തേക്ക് കണക്ഷൻ ആയിട്ട് ദുബായിന്ന് കണക്ഷൻ EK857 പറഞ്ഞ ഫ്ലൈറ്റും ആണ് ഉള്ളത്. ഇനി ഫ്ലൈ ദുബായിന്റെ ഫ്ലൈറ്റും ഈ പറഞ്ഞ മാതിരി ജൂൺ 1 തൊട്ടുള്ള ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അതിൽ ഫ്ലൈ ദുബായിന്റെ ഫ്ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുവൈത്തിൽ നിന്ന് ദുബായ്ക്ക് FZ64 പറഞ്ഞ ഫ്ലൈ ദുബായിന്റെ ഫ്ലൈറ്റ് ആണ് കാണിക്കുന്നത്. പിന്നെ ദുബായിൽ നിന്ന് കണക്ഷൻ ആയിട്ട് കാലിക്കറ്റിക്ക് ഉള്ളത് FZ429 പറഞ്ഞ ഫ്ലൈറ്റും ആണ് കാണുന്നത്. ഇനി കുവൈത്തേക്കുള്ള ഫ്ലൈ ദുബായിന്റെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റിൽ നിന്ന് ദുബായ്ക്ക് FZ430 പറഞ്ഞ ഫ്ലൈറ്റ് ആണ് കാണിക്കുന്നത്. കണക്ഷൻ ആയിട്ട് ദുബായിൽ നിന്ന് കുവൈത്തിലേക്ക് FZ63 പറഞ്ഞ ഫ്ലൈ ദുബായിന്റെ ഫ്ലൈറ്റും ആണ് കാണിക്കുന്നത്. കാലിക്കറ്റിക്കാണ് ഫ്ലൈ ദുബായിന്റെ ഫ്ലൈറ്റ് കണക്ഷൻ ടൈം കുറവ് ഉള്ളത്. കൊച്ചിക്ക് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഫ്ലൈ ദുബായിന്റെ ഫ്ലൈറ്റ് കുവൈത്തേക്ക് നോക്കുമ്പോൾ ദുബായിൽ ഏകദേശം 9 മണിക്കൂറാണ് കണക്ഷൻ ടൈം ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാലിക്കറ്റിക്കാണ് കുറവുള്ളത്. മറ്റുള്ള ഫ്ലൈറ്റുകളുടെ ഷെഡ്യൂൾ എന്ത് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.